जय बोल सद्गुरुनाथ महाराज की जय। गोविंदा गोविंदा। ओडी 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 കളിയാടിവാ ഓടി 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 കളിയാടിവാ കണ്ണാ. പാടി 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 നടനമാടിവാ കണ്ണാ. പാടി 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 നടനമാടിവാ കണ്ണാ. രാസലീല ഗോകുലബാല ഓടിവാ കണ്ണാ. രാസലീല ഗോകുലബാല ഓടിവാ കണ്ണാ. രാഗം താനം പല്ലവി പാടി ഓടിവാ കണ്ണാ. ഉണ്ണിക്കണ്ണാ വാ 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 ഊഞ്ചാലിലാടി കളിക്കാൻ വാ. കാത്തു നിൽക്കും കൂട്ടുകാരോടൊപ്പം കാട്ടിലൊളിച്ച് കളിക്കാൻ വാ. ഓടി 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 കളിയാടിവാ കണ്ണാ. പാടി 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 നടനമാടിവാ കണ്ണാ. കാടും മേടും കേറി ഇറങ്ങി ഞങ്ങൾ വളഞ്ഞല്ലോ. കണ്ടിട്ടും വേറെ നാളായെന്ന് യമുന പറഞ്ഞല്ലോ. വെണ്ണയും പാലും ഒരുക്കി ഞങ്ങൾ കാത്തിരിപ്പാണല്ലോ. കണ്ണാ നിന്നെ തേടി തേടി ഞങ്ങൾ കുഴഞ്ഞല്ലോ. ഉണ്ണിക്കണ്ണാ വാ 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 ഊഞ്ചാലിലാടി കളിക്കാൻ വാ. കാത്തു നിൽക്കും കൂട്ടുകാരോടൊപ്പം കാട്ടിലൊളിച്ച് കളിക്കാൻ വാ. കാട്ടിൽ പോയി കളിക്കാമെന്ന് കണ്ണൻ പറഞ്ഞില്ലേ. കാലിൻ്റെ ആറ്റിൽ കുളിക്കാമെന്ന് എന്നും പറഞ്ഞില്ലേ. എന്നിട്ടും എന്തേ കാണാഞ്ഞു നീ മറ്റെങ്കോ പോയെന്നോ. രാധ വന്ന് വിളിച്ചപ്പോൾ ഞങ്ങളെ നീ മറന്നെന്നോ. ഉണ്ണിക്കണ്ണാ വാ 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 ഊഞ്ഞാലിലാടി കളിക്കാൻ വാ. കാത്തു നിൽക്കും കൂട്ടുകാരോടൊപ്പം കാട്ടിലൊളിച്ച് കളിക്കാൻ വാ. നീലക്കാരോളി വർണ്ണ ഞങ്ങൾക്ക് നീയല്ലാതാറുണ്ട്. കണ്ണന്റെ കാരുണ്യം അല്ലാതെ ഞങ്ങൾക്ക് ആലംബം എന്തുണ്ട്. ഓടക്കുഴൽ വിളി കേൾക്കാൻ മോഹം ഓടിവാ കണ്ണാ. ഓരോ നിമിഷവും കാതോർക്കും ഞങ്ങൾ വേഗം വാ കണ്ണാ. ഉണ്ണിക്കണ്ണാ വാ 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 ഊഞ്ഞാലിലാടി കളിക്കാൻ വാ. കാത്തു നിൽക്കും കൂട്ടുകാരോടൊപ്പം കാട്ടിലൊളിച്ച് കളിക്കാൻ വാ. ഓടി 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 കളിയാടിവാ കണ്ണാ.
പാടി 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 നടനമാടിവാ കണ്ണാ പാടി 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 നടനമാടിവാ കണ്ണാ നടനം ആടിവാ കണ്ണാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോ. ജയ് ബോൾ സദ്ഗുരുനാഥ് മഹാരാജ് കി ജയ്. വിവാഹത്തിൻ്റെ മുഖ്യ പ്രയോജനം സത്സന്താനം ഉണ്ടാവണം. അങ്ങനെ രുക്മിണിയെ വിവാഹം കഴിച്ച ശേഷം കൃഷ്ണനുക്കും രുക്മിണിക്കും ഒരു സന്താനമുണ്ടായി. പ്രദ്യുമ്നൻ എന്നാണ് അവൻ്റെ പേര്. കാമസ്തു വാസുദേവാംസോ ദഗ്ധഃ പ്രാഗ് രുദ്രമന്യിന ദേഹോപപത്തയേ ഭൂയഃ തമേവ പ്രത്യപദ്യത്തെ. ശിവൻ്റെ മൂന്നാമത്തെ തൃക്കണ്ണുകൊണ്ട് ഭസ്മമായ മന്മഥനാണ് ഇപ്പോൾ കൃഷ്ണനുക്കും രുക്മിണിക്കും പുത്രനായി ജനിച്ചു. പണ്ടേ ഇവൻ ലക്ഷ്മിയുടെയും വിഷ്ണുവിൻ്റെ പുത്രനായിരുന്നു. വിഷ്ണുവിൻ്റെ പുത്രനായി ഇവൻ ജനിച്ച ഉടനെ തന്നെ എല്ലാവരുടെ ഹൃദയത്തിലും വികാരങ്ങൾ ഉണ്ടാക്കി. ആ സമയത്താണ് ഇന്ദ്രനും ഇന്ദ്രാണിയും വന്നു, ഞങ്ങൾക്ക് സന്താനഭാഗ്യം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഉണ്ണിയെ കൊടുത്തു. അങ്ങനെ ഒരു കഥ പറയാറുണ്ട്. പിന്നെ മഹാദേവൻ്റെ മൂന്നാമത്തെ തൃക്കണ്ണിൽ ഭസ്മമായ ഇവൻ കൃഷ്ണപുത്രനായി ജനിച്ചു. ഇവൻ്റെ പുത്രനാണ് അനിരുദ്ധൻ. ഇങ്ങനെ അവരുടെ കുട്ടിയുടെ വിവാഹമൊക്കെ ഇവിടെ വർണ്ണിച്ചു വരുന്നു. പിന്നെ ഭഗവാൻ പ്രധാനമായി 8 പട്ടമഹിഷികളെ വിവാഹം കഴിച്ചു. രുക്മിണി, ജാംബവതി, സത്യഭാമ, കാളിന്തി, മിത്രവിന്ദ, സത്യ, ഭദ്ര, ലക്ഷ്മണ എന്ന അഷ്ടപ്രധാന പട്ടമഹിഷികളാണ്. കൂടാതെ 16,100 സ്ത്രീകളെ നരകാസുരൻ ജയിലിൽ വച്ചിരുന്നു. നരകാസുരനെ വധിച്ച് ഭഗവാൻ അവൻ്റെ തടവറയിൽ നിന്നും ആ പെൺകുട്ടികളെ രക്ഷിച്ചു. അവരെല്ലാവരും കണ്ണനെ തന്നെ ഭർത്താവായി കിട്ടണം ആഗ്രഹിച്ചതുകൊണ്ട് അവർക്കും ഭഗവാൻ അനുഗ്രഹം ചെയ്തു. ഇവരെല്ലാവരും മഹാലക്ഷ്മിയുടെ സ്വരൂപം എന്നാണ് ഇവിടെ പറയുന്നു. രേമേ രമാഭിഹി നിജകാമ സംപൃതഃ യഥേതരാൻ ഗാർഹകമേധികാശ്ചരണ് യഥേതരോ ഗാർഹകമേധികാശ്ചരണ്. പിന്നെ വിവാഹം കഴിഞ്ഞ് എങ്ങനെ കുടുംബജീവിതം നയിക്കണം അതുകൂടി ഭഗവാൻ കാണിച്ചു തരുന്നു. എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നു ഭഗവാൻ. അതാണ് ഭഗവാന്റെ ഒരു ഗുണം. നാരദൻ കാണാൻ വന്നു. കണ്ടപ്പോൾ എല്ലാവരുടെ കൊട്ടാരത്തിലും ഭഗവാൻ രുക്മിണിയോടും ജാംബവതിയോടും സത്യഭാമയോടും എല്ലാവരുടെ ഒപ്പം ഭഗവാൻ ഓരോരോ കൃഷ്ണൻ 16,108 രൂപം സ്വീകരിച്ച് ഗൃഹസ്ഥധർമ്മങ്ങൾ ചെയ്യുന്നത് കണ്ടു. പിന്നെ പാണ്ഡവന്മാർ ആഗ്രഹിച്ചു രാജസൂയം ചെയ്യണം. അതിനുവേണ്ടി ഭഗവാൻ ഇന്ദ്രപ്രസ്ഥം ചെന്നു. ഇന്ദ്രപ്രസ്ഥം ഭഗവാൻ ചെന്നപ്പോൾ അവിടുത്തെ യുവതികളൊക്കെ ഓടിയെത്തി. ദ്രഷ്ടും യയൊരു യുവതയസ്മ നരേന്ദ്രമാർഗേ പതിംശ്ച തൽപേ. ഭർത്താക്കളോട് ഇരിക്കുന്ന ആ സ്ത്രീകളൊക്കെ ഭഗവാനെ കാണാൻ ഓടിയെത്തി. ഭർത്താക്കളോട് ഇരിക്കുന്ന പ്രായമായവരാണോ? പതിംശ്ച യുവതയസ്മ, യുവതികളായ സ്ത്രീകൾ പോലും ഭർത്താവിനെ അവരുടെ തൽപ്പത്തിൽ ഇവിടെ കുറച്ച് നേരം കടന്നുള്ളൂ, ഞങ്ങൾ കണ്ണനെ കണ്ടിട്ട് വരാൻ പറഞ്ഞ് അവർ ഓടി. ഇവർ ഓടുന്നത് കാണുമ്പോൾ അവരും പിറകെ ഓടി വന്നു. അങ്ങനെ എല്ലാവരും സുസ്വാഗതം വിദതുരുത്സ്മയ വീക്ഷിതേന. തൻ്റെ തൃക്കണ്ണുകൾ കൊണ്ട് ഭഗവാനക്ക് സ്വാഗതം ചെയ്തു. ഊചു സ്ത്രീയ പഥി നിരീക്ഷ്യ മുകുന്ദപത്നീ. ഇവിടെ പറയുന്നു കൃഷ്ണൻ ഒറ്റയ്ക്ക് അവിടെ വന്നിട്ടില്ല. 16,108 ഭാര്യമാരോടൊപ്പമാണ് വന്നു. ആ കൃഷ്ണപത്നിമാരെ കണ്ടിട്ട് അവർ വിചാരിച്ചു ഇവർക്ക് എന്താ ഭാഗ്യം, എപ്പോഴും ഭഗവാന്റെ ആ പുഞ്ചിരിയും ഭഗവാന്റെ അവലോകനവും അവർക്ക് കിട്ടുന്നുണ്ടല്ലോ എന്ന് അവരെ പുകഴ്ത്തി പാടുന്നു. ഊചസ്ത്രിയപഥി നിരീക്ഷ്യ മുകുന്ദപത്നീ താരായതോടുപസഹ കിമകാര്യഭൂഭി യച്ചക്ഷുഷാം പുരുഷമൗളി ഉദാരഹാസലീലാവലോകകലയാ ഉത്സവം ആതനോതി.
ഉത്സവം പറഞ്ഞാൽ എപ്പോഴും ചിരിച്ച് സന്തോഷത്തോടെ ഇരിക്കണം. ചിലപ്പോൾ ഉത്സവത്തിൽ ഇടിപിടിയാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ അങ്ങനെ ഇല്ലാതെ ഉത്സവം പറഞ്ഞാൽ സന്തോഷമാണ്. ഉദാരഹാസ ലീലാവലോക കലയ ഉത്സവം. അങ്ങനെ എപ്പോഴും കൃഷ്ണഭക്തിമാർക്ക് ഉത്സവം തന്നെയാണ്. പിന്നെ കൃഷ്ണൻ, അർജുനൻ, ഭീമൻ 3 പേരും ബ്രാഹ്മണ വേഷം കെട്ടി ചെന്നു ജരാസന്ധൻ്റെ കൊട്ടാരത്തിലേക്ക്. എന്താണ് ദാനം വേണം ചോദിച്ചു ജരാസന്ധൻ. യുദ്ധം ചെയ്യണം. ഇത് പറഞ്ഞപ്പോൾ ജരാസന്ധൻ പൊട്ടിച്ചിരിച്ചു. ബ്രാഹ്മണന്മാർ യുദ്ധം ചെയ്യാറേ ഇല്ല. അടുത്ത വീട്ടിൽ ശണ്ട കൂടിയാൽ തന്നെ അടുത്ത വീട്ടിൽ ശണ്ട ഞാൻ പറഞ്ഞ് ഇവർ പേടിച്ചിരിക്കുന്നവരാണ്. ബ്രാഹ്മണന്മാർ യുദ്ധം ചെയ്യുന്ന ഒറ്റ സ്ഥലമേ ഉള്ളൂ. ഇത് എവിടെയാണ് ചോദിച്ചാൽ വാഴയുടെ മുന്നിലിരുന്ന് ഈ സാപ്പാടിൻ്റെ യുദ്ധം മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. കായിക യുദ്ധം അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ യുദ്ധം ചോദിക്കുന്ന നിങ്ങൾ ആരാണ് ചോദിച്ചപ്പോൾ പറഞ്ഞു, അസൗ വൃക്കോദരഹ. ഇവൻ്റെ വയറ് നോക്കി മനസ്സിലാകില്ലേ, ഇവനാണ് ഭീമൻ. അർജുനൻ അടുത്തിരിക്കുന്നവൻ. ഞാൻ കൃഷ്ണനാണ് പറഞ്ഞപ്പോൾ ജരാസന്ധൻ പറഞ്ഞു, അർജുനൻ ചെറിയ കുട്ടിയാണ്, കൃഷ്ണ നീ തോറ്റുപോടിയ ആളാണ്. ഭീമഹ തുല്യബലോമമ, ഭീമനാണ് എനിക്ക് തുല്യം എന്ന് പറഞ്ഞ് ഭീമൻ്റെ കയ്യിൽ ഒരു ഗദ കൊടുത്തു. ജരാസന്ധൻ ഒരു ഗദ എടുത്തു. രാവിലെ കാപ്പി കുടിച്ച് പുറപ്പെടും. ഒരു 6:30 തുടങ്ങും സഹസ്രനാമത്തോടു കൂടി. ഏതായാലും ഒരു പ്രാർത്ഥന വേണ്ടേ. അപ്പോൾ സഹസ്രനാമം ജപിച്ചിട്ട് തുടങ്ങും യുദ്ധം. യുദ്ധം തുടങ്ങിയാൽ ഒരു 8:30 ആകുമ്പോൾ നിർത്തും. ടിഫൻ കഴിച്ചിട്ട് വീണ്ടും ഒരു 9:15 തുടങ്ങും. ഒരു 12:30 1 മണിയാകുമ്പോൾ നിർത്തും. ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും 2:15 തുടങ്ങും. വീണ്ടും 4 മണിക്ക് നിർത്തും, ചായ കുടിക്കും, വീണ്ടും തുടങ്ങും യുദ്ധം. 6 മണിക്ക് നിർത്തും. ഇപ്പം നമ്മുടെ സപ്താഹം പോലെ തന്നെയാണ്. നമ്മുടെ സപ്താഹത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഭഗവാന്റെ കഥ കേൾക്കുന്നു. അവർ ഭഗവാനെ നോക്കിയിരിക്കുന്നു. അവരുടെ യുദ്ധം നോക്കാൻ ഭഗവാനാണ് ഭലേ സവാഷ് എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ കൈതട്ടി അത് ആസ്വദിക്കുന്നു. 28 ദിവസമാണ് യുദ്ധം. അവസാനം ഭീമൻ പറഞ്ഞു, നശക്തോഹം ജരാസന്ധം നിർജേതും യുധി മാധവ. ആ സമയത്ത് തുല്യ പരാക്രമമുള്ളവർ 3 പേർ മാത്രമേ ഉണ്ടായിരുന്നു എന്ന് പറയാറുണ്ട്. ബലരാമസ്വാമി, ഭീമൻ, കീചകൻ. ഇവർ 3 പേരാണ്. അതുകൊണ്ടാണ് പറയാണ്ട്, ചെത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയാണ്. വേറെ ആൾക്കും വയ്യിൽ പറ്റില്ല. പക്ഷേ ഇവർക്ക് തുല്യബലം ജരാസന്ധനുമായിരുന്നു. പക്ഷേ ജരാസന്ധനം അത്ര കണക്കാക്കിയിട്ടില്ല. ഭീമൻ വിചാരിച്ചത് ഞാനാണ് വലിയ ആളെന്ന്. ഇപ്പോൾ ജരാസന്ധൻ്റെ ഇടി കിട്ടിയപ്പോഴാണ് മനസ്സിലാക്കി നമ്മളെക്കാൾ കൂടുതൽ ശക്തിയുള്ള ആൾക്കാരും ഭൂമിയിലുണ്ട്. നമ്മളൊക്കെ കേമന്മാരെ വിചാരിച്ചിരിക്കും. പിന്നെ പല ദിക്കിൽ ചെന്നപ്പോഴാണ് നമ്മൾ നന്നായിട്ട് ഭാഗം വായിക്കുന്ന ആളാണെന്ന് നോക്കിയിരിക്കുമ്പോഴാണ് അവർ നമ്മളെക്കാൾ കൂടുതൽ നന്നായിട്ട് വായിക്കുന്ന ആളുകളെ കാണുമ്പോൾ നമ്മുടെ വായന പോരാ, പിന്നെ നമുക്ക് തോന്നിപ്പോവും. ഇങ്ങനെ നന്നായിട്ട് പ്രഭാഷണം ചെയ്യുന്നവരും വേറെ ഒരാളുടെ പ്രഭാഷണം കേൾക്കുമ്പോഴാണ് മനസ്സിലാവുള്ളൂ ഇങ്ങനെയൊക്കെ പ്രഭാഷണം ചെയ്യുന്നവർ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരിലും എല്ലാ ദിക്കിലും കേവന്മാരുണ്ട്. ഭീമൻ പറഞ്ഞു, എനിക്ക് യുദ്ധം ചെയ്യാനാവണില്ലല്ലോ പറഞ്ഞപ്പോഴാണ് ഭഗവാൻ ഒന്ന് തലോടി. പിന്നെ അടുത്ത ദിവസം യുദ്ധത്തിൽ ഭഗവാൻ ഒരു സഹായം ചെയ്തു. ഒരു കോരപ്പുല്ല് എടുത്ത് ഇന്ന് കീരിയിട്ട് കാണിച്ചു. പാട്ടയന്നിവ സംയയാ വിടപം. അത് മനസ്സിലാക്കി ഭീമൻ ജരാസന്ധനെ തള്ളി താഴെ. ഒരു കാൽ കൊണ്ട് അവൻ്റെ കാല് ചവിട്ടി പിടിച്ചു. അടുത്ത കാല് 2 കൈ കൊണ്ട് പിടിച്ച് ആന പട്ട കീറിനതുപോലെ 2 കഷ്ണമായി കീരിയിട്ടു. എന്താ അത്ഭുതം! 2 കഷ്ണമായി കീറിയിട്ട് വീണ്ടും ഒന്നിച്ച് ചേർന്ന് വന്നു. ഭീമൻ ഇങ്ങനെ അന്തം വിട്ടു. എന്ത് ചെയ്യുന്നു? മാറ്റിയിടാൻ പറഞ്ഞു എന്നാണ് മഹാഭാരതത്തിൽ. ഇവിടെ വീശി ദൂരത്തിലെറിയാൻ പറഞ്ഞു. അടുത്തെറിഞ്ഞാൽ ഒട്ടിച്ച് വരുള്ളൂ. ദൂരത്തിലെറിഞ്ഞപ്പോഴാണ് ഈ ജരാസന്ധൻ്റെ പകുതി ശരീരം അവൻ്റെ കൊട്ടാരത്തിൻ്റെ വാതിലിൽ വന്ന് വീണു. എന്തൊക്കെ വീഴുന്നുണ്ടെന്നോ വിചാരിച്ച് ജരാസന്ധൻ്റെ മകൻ വാതിൽ വന്ന് നോക്കുമ്പോൾ പകുതി അച്ഛൻ വന്നിട്ടുണ്ട്. മുഴുവൻ അച്ഛനില്ല വന്നില്ലല്ലോ എന്ന്. പിന്നെ ഭഗവാൻ അവിടെ വന്നു. നിൻ്റെ അച്ഛനെ പോലെ പാപം ചെയ്താൽ ഇങ്ങനെ ആവുമെന്ന് അവനെ പേടിപ്പിച്ചു. അവനക്ക് പട്ടാഭിഷേകം ചെയ്തു. അവൻ്റെ ജയിലിലിരിക്കുന്ന രാജാക്കന്മാരെ വിമോചനം ചെയ്തു. അവരെല്ലാവരും ഭഗവാനെ സ്തുതിക്കുന്നു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അവരെല്ലാവരും ഭഗവാനെ ശരണാഗതി ചെയ്തു.
പിന്നെ രാജസൂയാഗത്തിന് വേണ്ടി എല്ലാവരെയും പറഞ്ഞു വിട്ടു. രാജസൂയാഗം തുടങ്ങുന്ന സമയത്ത് ഓരോരോ ചുമതല ഓരോരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അതിൽ എല്ലാവരെയും പൂജിക്കാനുള്ള ചുമതല ഭഗവാൻ ഏറ്റെടുത്തു. എല്ലാ ഭക്തന്മാരെയും എല്ലാ ഋഷീശ്വരന്മാരെയും എല്ലാവരും ഒരുമിച്ച് വരുന്നു. കൂട്ടം കൂട്ടമായി എത്ര മഹർഷിമാർ ഓടി വരുന്നു. എല്ലാവരും ഒരേ സമയത്തിൽ പൂജിക്കാൻ ഒരാളിരുന്നാൽ പോരാ. കൃഷ്ണനുക്ക് പറ്റും. 16,100 ആ രൂപ സ്വീകരിച്ചു. 16,100 ഭാര്യ വന്നിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് ജോഡിയായി എല്ലാവരെയും പൂജ ചെയ്തു. ഇങ്ങനെ എല്ലാവരെയും പൂജിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ആദ്യത്തെ പൂജ കിട്ടുള്ളൂ എന്നുകൂടി ഭഗവാൻ കാണിച്ചു തരണം. പിന്നെ രാജസൂയം അവസാനിക്കുന്ന സമയത്ത് അഗ്രപൂജ മുതൽ താമ്പൂലം, ആദ്യത്തെ താമ്പൂലം ആർക്കാണ് കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ സഹദേവൻ പറയുന്നു, അർഹതി യച്യുത ശ്രേഷ്ഠ്യം ഭഗവാൻ സാത്വതാംപതി. ശ്രീകൃഷ്ണ ഭഗവാനെ പൂജിച്ചാൽ മതി, എല്ലാവരെയും പൂജിച്ചതിൻ്റെ ഗുണം ഉണ്ടാവും. ഇത് പറഞ്ഞപ്പോൾ എന്തായി? ആദ്യം ദേവന്മാർ സഹദേവൻ്റെ ശിരസിൽ പുഷ്പവർഷം ചെയ്തു. ഭഗവാനെ പൂജിക്കേണ്ട, ഭഗവാനെ പൂജിക്കണം പറഞ്ഞ ആൾക്ക് തന്നെ ആദ്യത്തെ പൂജ കിട്ടി. പിന്നെ ധർമ്മപുത്രൻ ഭഗവാനക്ക് പാദപൂജ ചെയ്തു. ആ തീർത്ഥം എല്ലാവർക്കും തെളിച്ചു. അത് ശിശുപാലൻ്റെ ശിരസിൽ വീണപ്പോഴാണ് അയാൾക്ക് അവൻ്റെ പൂർവ്വജന്മം ഓർമ്മ വന്നു. ഈ തീർത്ഥം ആദ്യം സ്വീകരിക്കേണ്ട ആളല്ലേ. ഏത് വിഷ്ണു ക്ഷേത്രമായിക്കോട്ടെ, പ്രസന്ന പൂജ കഴിഞ്ഞാൽ ചെയ്യും ജയായ നമഃ, വിജയായ നമഃ, ജയവിജയന്മാർക്ക് തീർത്ഥപ്രസാദമൊക്കെ കൊടുക്കും. പിന്നെ എല്ലാവർക്കും ഈ തീർത്ഥം ആദ്യം ഞാൻ സ്വീകരിക്കേണ്ട ആൾ അവസാനത്തിലായിപ്പോയല്ലോ. തമിഴ്നാട്ടിൽ പ്രധാന ക്ഷേത്രങ്ങളിലൊക്കെ ഒരു സമ്പ്രദായം ചിട്ടമുണ്ട്. ആദ്യത്തെ തീർത്ഥം ഇവർ വാങ്ങണം, രണ്ടാമത്തെ തീർത്ഥം അവർ വാങ്ങണം. നമ്മളൊക്കെ നിയമമുണ്ട്. ഓരോ കുടുംബവക അവർക്ക് ശേഷമേ ബാക്കിയുള്ളവർക്ക് കൊടുക്കുള്ളൂ. അത് എങ്ങനെയെങ്കിലും മാറിപ്പോയാൽ വലിയ യുദ്ധം തന്നെ ഉണ്ടാവും. അത് ആദ്യം തുടങ്ങി വെച്ചത് ഈ ശിശുപാലനാണ് തോന്നുന്നു. ശിശുപാലൻ തുടങ്ങി ഭഗവാനെ ചീത്ത വിളിക്കാൻ തുടങ്ങി. ഭഗവാൻ തൻ്റെ തൃച്ചക്രം കൊണ്ട് ശിശുപാലനക്ക് മുക്തി കൊടുത്തു. അതിനുശേഷം സാൽവയുദ്ധം വർണ്ണിക്കുന്നു. പിന്നെ മഹാഭാരത യുദ്ധം വർണ്ണിക്കുന്നു. മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുക്കാതെ ബലരാമസ്വാമി തീർത്ഥയാത്രയായി പുറപ്പെട്ടു. അങ്ങനെ ഓരോരോ ക്ഷേത്രങ്ങളും തീർത്ഥങ്ങളും ഇവിടെ വിസ്തരിച്ച് പറയുന്നുണ്ട്. എന്തൊക്കെ ക്ഷേത്രങ്ങൾ പോയി ബലരാമസ്വാമി. നിരച്ചും ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ഇത് സ്വയംഭൂവാണ്, സ്വയം വ്യക്ത ക്ഷേത്രം എന്ന് പറയാറുണ്ട്. ആയിരിക്കാം. പക്ഷേ പുരാണങ്ങളിൽ പറഞ്ഞത് 8 ക്ഷേത്രങ്ങൾ മാത്രമേ സ്വയം വ്യക്ത ക്ഷേത്രം എന്ന് പറയാറുള്ളൂ. ആദ്യം രംഗമിതി പ്രോക്തം വിമാനം രംഗസംഹിതം ശ്രീമുഷ്ണം വെങ്കടാദ്രിഞ്ച ശാലഗ്രാമഞ്ച നൈമിഷം തോതാദ്രിം പുഷ്കരം ചൈവ നരനാരായണാശ്രമം അഷ്ടൗ മേ മൂർത്തയഃ സന്തി സ്വയം വ്യക്ത മഹീതലേ. ഭഗവാൻ തന്നെ നേരിട്ട് പറയുന്നു, എൻ്റെ സ്വയം വ്യക്ത ക്ഷേത്രങ്ങൾ 8 ഉള്ളൂ. അത് ആദ്യം രംഗമിതി പ്രോക്തം ശ്രീരംഗക്ഷേത്രം, പിന്നെ ശ്രീമുഷ്ണം നെയ്വേലിയിൽ തമിഴ്നാട്ടിൽ ഉള്ള ഒരു സ്ഥലത്തിൻ്റെ അടുത്താണ് ഈ ശ്രീമുഷ്ണം വരാഹ പെരുമാൾ. വെങ്കടാദ്രിഞ്ച് തിരുപ്പതി ക്ഷേത്രം തിരുമലൈ, ശാളഗ്രാമം നേപ്പാളത്തിലുള്ള കാഠ്മാണ്ഡു അടുത്തുള്ള ശാളഗ്രാമ ക്ഷേത്രം, പിന്നെ നൈമിഷം പേരുള്ള ഒരു കാട്ടിൽ ഒരു ക്ഷേത്രമുണ്ട്. തോതാദ്രിയും തിരുനെൽവേലി അടുത്ത് വാണമാമലൈ എന്ന സ്ഥലം, അതാണ് തോതാദ്രി. പുഷ്കരം ചൈവ പുഷ്കരക്ഷേത്രം ഗുജറാത്തിലാണ്. നരനാരായണ ഗുജറാത്തിൻ്റെ അപ്പുറമാണ്, അജ്മീർ എന്ന സ്ഥലത്തിൻ്റെ അടുത്താണ്. നരനാരായണാശ്രമം, പിന്നെ ബദരികാശ്രമം. ഈ 8 ക്ഷേത്രങ്ങളാണ് സ്വയം വ്യക്ത ക്ഷേത്രം. ഇങ്ങനെ ക്ഷേത്രങ്ങളൊക്കെ ചുറ്റി കുരുക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് ഭീമൻ ദുര്യോധനൻ്റെ തുടയ്ക്കടിക്കുന്നത് കണ്ടു. ബലരാമസ്വാമി പറഞ്ഞു, ഇത് തെറ്റാണ്. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, അത് ഭീമൻ്റെ പ്രതിജ്ഞ കൊണ്ട് അടിച്ചതാണ്. പിന്നെ ഒരു മഹാത്മാവിൻ്റെ ശാപമാണ്. അസീതനാണ് തോന്നുന്നു. അദ്ദേഹം ദുര്യോധനനെ ഉപദേശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപദേശം കേൾക്കാതെ ഇങ്ങനെ തുടയടിച്ചിങ്ങനെ ചിരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം ശാപം കൊടുത്തു, ഞാൻ ഉപദേശിക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കാതെ തുടയടിച്ച് നോക്കിയിരിക്കുന്നല്ലേ, നിൻ്റെ തുടയിലടിച്ചിട്ടാണ് നിനക്ക് മരണം. ആ മഹാത്മാവിൻ്റെ ശാപം കൊണ്ടാണ് ഇങ്ങനെ ദുര്യോധൻ തുടയിൽ അടിപെട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ബലരാമസ്വാമിക്ക് ദേഷ്യം കൂടുതലായി. എന്തായാലും ഇത് തെറ്റാണ്. ഗദായുദ്ധത്തിൽ അരക്കെട്ടിൻ്റെ താഴെ അടിക്കാൻ പാടില്ലേ.
കൃഷ്ണ, എനിക്കറിയാം പാണ്ഡവന്മാർ നല്ലവരാണ്, ശുദ്ധരാണെന്ന് എനിക്കറിയാം. പക്ഷേ അവർ ഇങ്ങനെ ചീത്തയാവാൻ കാരണം നീ തന്നെയാണെന്ന് പറഞ്ഞ് കൃഷ്ണനോട് യുദ്ധം തുടങ്ങി. കുരുക്ഷേത്രം മുതൽ യുദ്ധം നടത്തും. പിന്നെ കൃഷ്ണൻ ഒന്ന് സമാധാനം ചെയ്തു, നിങ്ങൾ ഇവിടെ വരേണ്ട പോയിക്കോളും. അങ്ങനെ ദേഷ്യത്തോട് ബലറാമേട്ടൻ പോയ സമയത്താണ് ദ്വാരകയിൽ ഭഗവാൻ എത്തി. ഏട്ടൻ തീർത്ഥയാത്ര പോയ ഏട്ടൻ വന്നില്ലല്ലോ വിചാരിക്കുമ്പോഴാണ് ആ ജ്യേഷ്ഠൻ്റെ സ്ഥാനത്തിൽ സുദാമ എത്തിച്ചേരുന്നു. അതുകൊണ്ടാണ് ഇവിടെ സുദാമ ചരിത്രത്തിൽ 2 അധ്യായത്തിലും പറയുന്നു, പരിഷ്വക്തോ അഗ്രജോ യഥാ. ഏട്ടന ആളിങ്ങനെ ചെയ്തതുപോലെ ആളിങ്ങനെ ചെയ്തു. പിന്നെ പര്യങ്കേ ഭ്രാതരോ യഥാ, സ്വന്തം കിടക്കയിൽ ഏട്ടനെ ഇരുത്തുന്നത് പോലെ എന്നെ ഇരുത്തി എന്ന സുദാമ ഇത് പറയുന്നു. ഈ സുദാമ ചരിത്രം പറയേണ്ട വിചാരിക്കുന്നു ശുകാചാര്യൻ. എന്താ കാരണം? ചിലപ്പോൾ അത് പറയാൻ തുടങ്ങിയാൽ പിന്നെ അദ്ദേഹം മഗ്നായിത്തീരും, പറയാൻ പറ്റാതെ ആവും. അത് പറയേണ്ട വിചാരിച്ചിങ്ങനെ എഴുത്തുന്നു. അദ്ദേഹം എന്തോ ഉള്ളിൽ ഒരു കഥ പറയുന്നു വിചാരിക്കുന്നു. അത് മനസ്സിലാക്കി പരീക്ഷിത്ത്, മഹാത്മാവേ, എനിക്ക് ആ ഭഗവാന്റെ കഥകളെ കുറച്ചുകൂടി വിസ്തരിച്ച് പറയാനേന് പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. വാസുദേവേ ഭഗവതി നിമഗ്നഹൃദയോ ബ്രവീത്. ആ ഭഗവാനിൽ കൂടുതൽ ലയിച്ചുകൊണ്ടാണ് ഈ ചരിത്രം ഇവിടെ വർണ്ണിക്കുന്നു. കൃഷ്ണസ്യാസീത് സഖാ കശ്ചിത് ബ്രാഹ്മണോ ബ്രഹ്മവിത്തമഃ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയഃ. കൃഷ്ണസ്യാസീത്, കൃഷ്ണൻ്റെ ഒരു സഖാവാണ് ബ്രാഹ്മണ സഖാക്കൾ നിറച്ചുകൊണ്ട്. ക്ഷത്രിയ സഖാക്കളായ അർജുനൻ മുതലായവരുണ്ട്. അതേപോലെ ഗോപാലബാലകന്മാർ സഖാക്കളായി ഉണ്ട്. ഇത് ബ്രാഹ്മണൻ സഖാവാണ്. ബ്രാഹ്മണൻ വെച്ചാൽ വെറുതെ കൂടുതൽ മാത്രം ഇട്ട ബ്രാഹ്മണനില്ലേ, ബ്രഹ്മവിത്തമഃ. ആ ബ്രഹ്മം ശരിക്കും മനസ്സിലാക്കിയ ആളാണ്. ബ്രഹ്മം 2 പറയാറുണ്ട്, ശബ്ദബ്രഹ്മം, പരം ബ്രഹ്മം. ശബ്ദബ്രഹ്മമായ വേദവും പഠിച്ചു, അതിൻ്റെ അർത്ഥമായ പരബ്രഹ്മത്തിനെയും കണ്ടു. പരബ്രഹ്മത്തിനെ എല്ലാവരും എങ്ങനെ കാണും? കണ്ണടച്ച് നമ്മുടെ സ്വരൂപമായിരിക്കുന്നു, അങ്ങനെയാണ് കാണുള്ളൂ. ഈ സുദാമാവിൻ്റെ ഭാഗ്യം ആ പരബ്രഹ്മമായ ഭഗവാൻ ഒപ്പം പഠിച്ചത് കൊണ്ട് സാന്ദീപിനി പറയും, യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി. ഏത് ബ്രഹ്മത്തിൽ നിന്നാണോ ഈ ലോകം ഉണ്ടായതോ, ഏത് ബ്രഹ്മത്തിലാണ് ലയിക്കാൻ പോകുന്നുവോ, തത് ബ്രഹ്മേതി, അതുതന്നെയാണ് ബ്രഹ്മം. അതുതന്നെയാണ് ബ്രഹ്മം പറയുമ്പോൾ സാന്ദീപിനി ഇങ്ങനെ കാണിച്ചു തരും, അതുതന്നെയാണ് ബ്രഹ്മം. കണ്ണനെ കാണിക്കാറുണ്ട്. സുദാമാവും തത് ബ്രഹ്മേതി ഇങ്ങനെ കണ്ണടിച്ച് നോക്കാറില്ല. തത് ബ്രഹ്മേതി, ബ്രഹ്മസ്വരൂപം ഒപ്പമായതുകൊണ്ട് ബ്രഹ്മത്തെ നേരിട്ട് കണ്ട ഒരു മഹാത്മാവാണ്. അങ്ങനെ ബ്രഹ്മവിത്തമഃ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു. കൃഷ്ണനും സുദാമാവോടൊപ്പം പഠിക്കാറുണ്ട്. പഠിക്കുമ്പോൾ കൃഷ്ണനാണ് കൂടുതൽ ശ്രദ്ധയോട് പഠിക്കാറുണ്ട്. പുസ്തകം താഴെ വയ്ക്കാറേ ഇല്ലേ, എപ്പോഴും ഇങ്ങനെ കൃഷ്ണൻ പുസ്തകം നോക്കിക്കൊണ്ടേയിരിക്കും. സുദാമ വിചാരിച്ചു, ഇത്ര ശ്രദ്ധയായിട്ട് വായിക്കുന്നുണ്ടല്ലോ ഭഗവാൻ, എന്താ വായിക്കുന്നെന്ന്. ഒരു ദിവസം സുദാമങ്ങൻ എട്ടി നോക്കുമ്പോഴാണ് ആ പുസ്തകത്തിൽ ഒരു രാധയുടെ ഫോട്ടോ വച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു കൃഷ്ണൻ. കൃഷ്ണനക്ക് ഇന്നും പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ സുദാമാവിൻ്റെ ഒപ്പം കൃഷ്ണൻ്റെ ഒപ്പം പഠിച്ച മഹാത്മാവാണ് ഈ സുദാമ. ഇദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിന് ഏത് നാട്ടിൽ ചെന്നാലും ഏത് ദേശത്തിൽ ചെന്നാലും മന്ത്രിസ്ഥാനം കിട്ടുമായിരുന്നു. പണ്ട് നല്ല പഠിച്ച ആൾക്കും അങ്ങനെ ബുദ്ധിയുള്ള ആൾക്കാണ് മന്ത്രിസ്ഥാനം കിട്ടിയിരുന്നു. ഇപ്പോഴോ ഒന്നും പഠിക്കാത്ത ആൾക്കാണ് മന്ത്രിസ്ഥാനം, ഒട്ടും പഠിക്കാത്ത ആൾക്കാണ് വിദ്യാഭ്യാസ മന്ത്രിസ്ഥാനം. അങ്ങനെയാണ് കൊടുക്കുന്നത്. ഇദ്ദേഹത്തിന് സ്ഥാനമാനങ്ങളുടെ ഇഷ്ടമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, യദൃച്ഛയോപപന്നേന വർത്തമാനോ ഗൃഹാശ്രമീ തസ്യ ഭാര്യാ കുചൈലസ്യ ക്ഷുക്ഷാമാച തഥാവിധ. എതിർച്ചയാ പറഞ്ഞാൽ കൃഷ്ണസങ്കല്പം കൊണ്ട് കൃഷ്ണൻ തന്നെ ഓരോ ദിവസം ഓരോരാളുടെ വേഷം കെട്ടി അദ്ദേഹത്തിന് വേണ്ടിയ അരി, പരുപ്പ് അല്ലെങ്കിൽ ഗോതമ്പ് എന്താണ് ആവശ്യം അത് കിട്ടും. എപ്പോഴും ഭക്തന്മാർക്ക് ഭഗവാൻ സാധനങ്ങൾ പൈസ ആയിട്ട് കൊടുക്കാറില്ല.
എപ്പോൾ എന്താണ് ആവശ്യമോ അപ്പോൾ അത് തരും. അത് സുധാമാവരെ പോകണ്ട, നമ്മുടെ സാധാരണ ഭക്തിക്ക് തന്നെ നമുക്ക് എന്താണ് ആവശ്യമോ അത് ഭഗവാൻ തരുന്നുണ്ട്. ഈ മൊബൈലുണ്ടല്ലോ, ഇപ്പോൾ കയ്യിൽ വെച്ച മൊബൈൽ ഒരാൾ എൻ്റെ കയ്യിൽ കൊടുത്തതാണ്. എന്താണ് വെച്ചോളൂ. ഈ മൊബൈൽ കിട്ടിയ അടുത്ത ക്ഷണത്തിന് പഴയ മൊബൈൽ ചീത്ത ചെയ്യാൻ തുടങ്ങി. പഴയ മൊബൈൽ ചീത്ത ചെയ്യാൻ മുമ്പ് തന്നെ പുതിയ മൊബൈൽ ഭഗവാൻ വാങ്ങി കൊടുക്കുന്നു. ഇങ്ങനെ ഓരോരോ കാര്യം ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് എന്താണോ എപ്പോഴാണോ ആവശ്യം അപ്പോൾ അത് ഭഗവാൻ കൊടുക്കും. ചിലപ്പോൾ കൊടുത്തില്ലെങ്കിൽ അത് ആവശ്യം ഇല്ലെന്ന് മനസ്സിലാക്കിയാൽ മതി. യഥച്ഛയോപപണ്ണേന് ഈ മൊബൈൽ വന്ന ശേഷമാണ് പിന്നെ ഈ ആൺലൈൻ ഭാഗവതം ഇതൊക്കെ പറയാൻ സൗകര്യമായി. അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടതൊക്കെ ഭഗവാൻ ചെയ്തു കൊടുക്കുന്നു. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യ തൻ്റെ ജ്ഞാനദൃഷ്ടിയിൽ മനസ്സിലാക്കി, സമാനശീലാപി തദീയവല്ലഭ തഥൈവ നോ ചിത്തജയം സമേയിഷി ബതവൃത്തിലബ്ധയേ പ്രമാപതി കിന്ന സഖാ നിഷേവ്യത്തെ. തഥൈവനോ ചിത്തജയം, സുധാമാവേക്കാൾ കൂടുതൽ ചിത്തജയമുള്ള കല്യാണി എന്നാണ് ഇവിടെ പറയുന്നു. അതുകൊണ്ട് കല്യാണിന്ന് തന്നെ പേര് വയ്ക്കാം. കല്യാണി സുധാമ വിളിക്കുന്നു. കല്യാണി പറഞ്ഞാൽ മംഗളമാണവളെ എന്നർത്ഥം. സ്വരൂപിനി. പക്ഷേ സുധാമാവിൻ്റെ നാട്ടുകാർ, സുധാമ ഇരുന്ന സ്ഥലമാണ് പോർബന്ദർ പറയുന്ന ഗാന്ധിജി മഹാത്മാ ഇരുന്ന സ്ഥലമാണ് പോർബന്ദർ. അവിടെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരമൊക്കെ ഉണ്ട്, ഇല്ലമൊക്കെ ഉണ്ട്. ആ നാട്ടുകാർ സുശീല എന്നാണ് പേര് പറയുന്നത്. ഈ സുധാമാവിൻ്റെ ഭാര്യയുടെ പേര് സുശീല എന്നാണ് പറയുന്നത്. ശരിക്കും സുശീല തന്നെയാണ്, നല്ല ശീലമുള്ളവളാണ്. അവൾ പറഞ്ഞു, നിങ്ങളുടെ സഖാവ് ഒന്ന് കണ്ടുവന്നോളൂ. എന്തിനാ? എനിക്കെന്നോ തോന്നുന്നു ഭഗവാൻ കൂടുതൽ ഐശ്വര്യം കൊടുക്കാൻ പോകുന്നു. ദാസ്യതി ദ്രവിണം ഭൂരി സീതത്തെ തേ കുടുംബിനെ, നിങ്ങൾക്ക് നിറച്ച് ഐശ്വര്യം കൊടുക്കും എന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ പോകണില്ലേ പറയുന്നു. നമ്മൾക്ക് എന്താ പറയും, അങ്ങനെയെങ്കിൽ ഒരു വലിയ ചാക്കോ ഒരു വലിയ ബാഗ് കിട്ടിയാൽ മതി പോവാൻ പറയും. ഇദ്ദേഹം പോകണില്ലേ പറയുന്നു. ഒന്ന് കാണേണ്ടേ, ഞാൻ എപ്പോഴും ഹൃദയത്തിൽ കാണുന്നുണ്ടല്ലോ, നേരിട്ട് ഒന്ന് കണ്ടുവന്നോളൂ പല പ്രാവശ്യം പറഞ്ഞപ്പോഴാണ് ശരി പറഞ്ഞ അദ്ദേഹം പുറപ്പെട്ടു. അയം ഹി പരമോ ലാഭ ഉത്തമശ്ലോകദർശനം. ഉത്തമശ്ലോകദർശനം, മഹാന്കളെയും ഭക്തജനങ്ങളെയും ഭഗവാന്റെ ദിവ്യക്ഷേത്രങ്ങൾ തൊഴുന്നതിനാണ് ഈ പരമലാഭം എന്ന് പറഞ്ഞ്. പക്ഷേ വെറുതെ പോകാൻ പാടില്ലല്ലോ. എന്തെങ്കിലും തരാമോ ചോദിച്ചപ്പോൾ അടുത്തുള്ള 4 വീട്ടിൽ ഭിക്ഷ ചോദിച്ചു. 4 പിടി അവൽ കിട്ടി. അത് മുറം കൊണ്ട് ശുദ്ധമാകുമ്പോൾ അത് 3 പിടിയായി. അത് ഒരു അവൽ കിഴിയാക്കി കയ്യിൽ കൊടുത്തു. അവൽ കിഴിയും എടുത്ത് സുധാമാവ് പുറപ്പെട്ടു. സുധാമ പോകുമ്പോൾ തന്നെ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് അദ്ദേഹം പുറപ്പെടുന്നു. നാനാപുരഗ്രാമ വനാന്തരാണി നീത്വാ പദാതി ഭഗവൻ പ്രിയോയം നാമാനി കൃഷ്ണസ്യ മനോഹരാണി ഗായൻ സുഖം ദ്വാരവതി അവാപ. ഗുരുനാഥൻ പറയുന്നു, നാമാനി കൃഷ്ണസ്യ മനോഹരാണി നാജ്ഞായത മാർഗദൈർഘ്യം. ദൂരയാത്ര പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സത്സംഗത്തോട് പോകണം. അപ്പോൾ എന്താ, ആ മാർഗദൈർഘ്യം നമുക്ക് മനസ്സിൽ തോന്നില്ലേ. കുറേ ദൂരമാണെങ്കിലും സത്സംഗം ഇല്ല ചെന്നാൽ ദൂരം പോകുന്നത് പോലെ തോന്നിപ്പോകും. സത്സംഗത്തോട് ചെല്ലുമ്പോൾ നാജ്ഞായത മാർഗദൈർഘ്യം. അതുപോലെ നമ്മുടെ സംസാരയാത്രയും നാമം ജപിച്ചുകൊണ്ടായാൽ ഇതിൻ്റെ ദീർഘത്വം നമുക്ക് അനുഭവപ്പെടാറില്ല. അദ്ദേഹം നാമം ജപിച്ച് പുറപ്പെട്ടു. ചലേ ശ്യാമ സുന്ദർ സേ മിലനെ സുദാമാ, ചലേ ശ്യാമ സുന്ദർ സേ മിലനെ സുദാമാ, जाते जाते मुख में हरे कृष्ण नामा, जाते जाते मुख में हरे कृष्ण नामा, चले श्याम सुंदर से मिलने सुदामा. ഭഗവാന്റെ നാമങ്ങൾ പാടി ചെന്നു.
ദ്വാരയുടെ അടുത്ത് കുറച്ച് ദൂരം ചെന്നു. ഒരു ദിവസം ഒരു രാത്രിയിൽ ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഒരു ആൾത്തറയിൽ ഉറങ്ങിപ്പോയി അദ്ദേഹം. അപ്പോഴാണ് സുദാമാവിന് കൂടുതൽ ബുദ്ധിമുട്ടിക്കേണ്ട വിചാരിച്ചു ഭഗവാൻ ഗരുഡനെ വിളിച്ചു പറഞ്ഞു, സുദാമാവിനെ ദ്വാരയിൽ കൊണ്ടാക്കിക്കോളൂ. കാരണം അദ്ദേഹത്തിന് ചെരുപ്പ് പോലും ഇല്ലാതെ നടന്നു വരുന്നു. അപ്പോൾ ഗരുഡൻ വിചാരിച്ചു ഉറങ്ങുമ്പോൾ അദ്ദേഹത്തിനെ ഉണർത്താൻ പാടില്ലല്ലോ. അതുകൊണ്ട് ചെയ്തു, അദ്ദേഹം ഉറങ്ങിയിരിക്കുന്ന ആ ആൾത്തറയോട് ചേർത്ത് എടുത്തു ദ്വാരകയിൽ കൊണ്ടാക്കി. ദ്വാരയുടെ അടുത്ത് ഒരു കുളത്തിൻ്റെ വക്കിൽ കൊണ്ട് ആൾത്തറ ഇറക്കി വെച്ചു. സുദാമ എഴുന്നേറ്റ് നോക്കി, ഇത് ഏതാണ് സ്ഥലം? ഇതന്നെയാണ് ദ്വാരക. ഇത്ര അടുത്തായോ ദ്വാരക? ഞാൻ മനസ്സിലാക്കിയിട്ടല്ലോ വിചാരിച്ചു. നിറച്ചും 16,108 കൊട്ടാരങ്ങളോട് ഇരിക്കുന്നുണ്ട്. ഏതാണ് ഭഗവാന്റെ കൊട്ടാരം ചോദിച്ചപ്പോൾ എല്ലാ ദിക്കിലും ഭഗവാൻ ഉണ്ടല്ലോ. അപ്പോൾ ഒരു കൊട്ടാരത്തിൽ നല്ല ചൈതന്യം കണ്ടു, അതിൽ കയറി. വിവേശൈകതമം ശ്രീമത് ബ്രഹ്മാനന്ദം ഗതോ യഥാ. ഒരു ചൈതന്യമുള്ള കൊട്ടാരത്തിൽ അദ്ദേഹം കയറി ചെന്നു. അവിടെ നിറച്ചും കസേരകൾ ഇട്ട് വച്ചിരിക്കുന്നു. ഓരോരോ കസേരയിലും ഓരോരോ രാജാക്കന്മാർ അവിടെ ഇരിക്കുന്നു. ഒരു രാജാവ് പറയുന്നു, ഞാൻ കാശ്മീർ ദേശത്തിൽ നിന്നാണ് വരുന്നു. കണ്ണനക്ക് വേണ്ടി കുങ്കുമപ്പൂ പച്ചകർപ്പൂരം 2 കപ്പൽ കൊണ്ടുവന്നിട്ടുണ്ട്. 2 മാസം ഞാൻ കാത്തിരിക്കുന്നു, ദർശനം കിട്ടിയിട്ടില്ലേ. ഇപ്പോൾ വേറൊരു രാജാവ് പറയുന്നു, ഞാൻ മൈസൂരിൽ നിന്നും ചന്ദനമുട്ടി 4 കപ്പൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ 4 മാസമായി കാത്തിരിക്കുന്നു. അപ്പോൾ കൊല്ലത്തിൽ നിന്ന് വന്ന രാജാവ് പറയുന്നു, ഞാൻ 6 കപ്പൽ അണ്ടിപ്പരിപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ 6 മാസം കാത്തിരിക്കുന്നു. അപ്പോഴാണ് സുദാമ ആലോചിച്ചു, ഈ രാജാക്കന്മാർക്ക് കപ്പലായി സാധനം കൊണ്ടുവന്നിരിക്കുന്നു, മാസക്കണക്കിന് കാത്തിരിക്കുന്നു. എനിക്ക് ദർശനം കിട്ടുമെന്ന് ആലോചിക്കുമ്പോഴാണ് അവിടെ കാവൽക്കാരന്മാർ വന്നു, മഹാത്മാവെ നിങ്ങൾക്ക് ഉള്ളിൽ ചെല്ലാം. പെട്ടെന്ന് കയറാൻ പാടില്ലല്ലോ ഒരു വീട്ടിൽ. എന്തെങ്കിലും ശബ്ദം, നാരായണ വാസുദേവ ഹരേ എന്തെങ്കിലും ശബ്ദം കൊടുത്തിട്ട് വരും, പെട്ടെന്ന് പോകാൻ പാടില്ലേ. പെട്ടെന്ന് വീട്ടിൽ കയറുന്നത് ശ്വാക്കലാണ്. അപ്പോൾ നമ്മൾ അതുപോലെ ആവരുത്. ഒരു നാമം ജപിച്ചുകൊണ്ട് ഒരു വീട്ടിൽ കയറി ചെല്ലണം, അല്ലെങ്കിൽ കാളിങ് ബെല്ല് അമർത്തിയാൽ മതി. അപ്പോൾ ഞാൻ വന്നിട്ടുണ്ട് പറഞ്ഞാൽ മതി, എൻ്റെ പേര് സുദാമാവാണ്, കൃഷ്ണൻ്റെ ഒപ്പം പഠിച്ച ആളാണ്. ഉടനെ ഈ കാവൽക്കാരണം പ്രവേശിക്കാൻ പാടില്ല. ഇടയ്ക്ക് ഒരു തിരശീലമുണ്ട്, അതിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, സ്വാമിൻ ജയാവതി ഭവ, നിങ്ങളെ കാണാൻ ഒരു ബ്രാഹ്മണൻ വന്നിട്ടുണ്ട്. ഒന്ന് മോളി ഭഗവാൻ. ആ ബ്രാഹ്മണൻ നിങ്ങളുടെ ഒപ്പം പഠിച്ച ആളാണ് പറയുന്നു എന്ന് പറഞ്ഞു ഭഗവാൻ. ആ ബ്രാഹ്മണൻ്റെ പേര് സുദാമ എന്നാണ് പറയുന്നു. സുദാമ പറഞ്ഞ അടുത്ത ക്ഷണം എൻ്റെ സുദാമ വന്നോ എന്ന് പറഞ്ഞ് ഭഗവാൻ അവിടെ ഊഞ്ചാലിൽ അഷ്ടലക്ഷ്മിയോട് ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരുന്ന ഭഗവാൻ വേഗം ഓടി വരുന്നു. തം വിലോക്യാച്ചിതോ ദൂരാത് പ്രിയാ പര്യങ്കമാസ്ഥിതഃ സഹസോത്ഥായ ചാപ്യേത്യേദോർഭ്യാം പര്യഗ്രഹീന്മുദാ സഖ്യുഃ പ്രിയസ്യ വിപ്രർഷേഃ അംഗസംഗാതി നിർവൃതഃ പ്രീതോ വ്യമുഞ്ചത ബിന്ദൂൻ നേത്രാഭ്യാം പുഷ്കരേ ക്ഷണഃ. സഖ്യുഃ പ്രിയസ്യ വിപ്രർഷേഃ. വിപ്രർഷി പറയുമ്പോൾ തന്നെ ജ്ഞാനിയാണ്. പ്രിയസ്യ പറഞ്ഞാൽ ഭക്തിയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം 3 ഉള്ള മഹാത്മാവാണ്. ആ മഹാത്മാവിനെ ഭഗവാൻ ആലിംഗനം ചെയ്തു. കണ്ണനെ ആലിംഗനിച്ചിട്ട് സുദാമാവിനെ ആലിംഗനിച്ചിട്ട് കണ്ണനീർ വന്നു എന്നാ പറഞ്ഞു. നേത്രാഭ്യാം പുഷ്കരേക്ഷണ. പിന്നെ സുദാമാവിനെ വിളിച്ചുകൊണ്ടുപോയി അദ്ദേഹത്തിനെ പാദപൂജ ചെയ്തു. ആ തീർത്ഥം സ്വയം ശിരസിൽ സ്വീകരിച്ചു. പിന്നെ അദ്ദേഹത്തിന് നല്ല വലിയ ഇലയിട്ട് കൊടുത്തു, ഭക്ഷണങ്ങളൊക്കെ വിളമ്പി കൊടുത്തു. ഷഷ്കുല്യപ്പൂപവര ലഡ്ഡുക മോദകൈശ്ച്. ഈ ലോകത്തിൽ എന്തൊക്കെ പ്രസിദ്ധ സാധനങ്ങളുണ്ടോ അതെല്ലാം ഭഗവാൻ വിളമ്പി കൊടുക്കുന്നു. അമ്പലപ്പുഴ പായസം, കൊട്ടാരക്കര അപ്പം, കാഞ്ചീപുരം ഇഡ്ഡലി, തിരുപ്പതി ലഡ്ഡു, ഇങ്ങനെ ഓരോ സ്ഥലത്തിൽ എന്തൊക്കെ പ്രസിദ്ധമായ ഭക്ഷണം സാധനങ്ങളുണ്ടോ അതെല്ലാം ഭഗവാൻ വിളമ്പി കൊടുത്തു. പോരാ, പിന്നെ വേറെ ലോകത്തിൽ, വരുണ ലോകത്തിൽ രസം നന്നായിട്ടുണ്ടാവും. ആ വരുണ ലോകത്തിൻ്റെ രസം 1 ഗ്ലാസ് കുടിച്ചാൽ മതി, 1 ആനയുടെ ബലം നമുക്ക് ഉണ്ടാവും. ഭീമൻ അവിടെ ചെന്നിട്ടാണ് ഒരു 1000 ഗ്ലാസ് കുടിച്ച് വന്നു, 1000 ആന ബലത്തോട് വന്നു. ഭഗവാൻ പറഞ്ഞു, ഇന്നലെ വരുണൻ എന്നെ കാണാൻ വന്നു, വരുണൻ കൊടുത്ത രസം കുപ്പിയിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കൊണ്ടുവരൂ പറഞ്ഞ് രുക്മിണിയോട് കൊണ്ടുവരാൻ പറഞ്ഞ് അത് വിളമ്പി കൊടുക്കുന്നു.
ഇങ്ങനെയൊക്കെ എല്ലാ സാധനങ്ങളും ഭഗവാൻ വിളമ്പി കൊടുത്തു. സുദാമാവ് ഭക്ഷണം കഴിച്ച് തിന്നിയിൽ കിടക്കാൻ പുറപ്പെട്ടപ്പോഴാണ് ഭഗവാൻ കൈ പിടിച്ച് സ്വന്തം ബെഡ്റൂമിൽ അദ്ദേഹത്തിന് കിടക്കാൻ പറഞ്ഞു. കാല് അമർത്തി കൊടുത്തു. എനിക്ക് വേണ്ടി നടന്നു വന്നല്ലോ സുദാമാവേന്ന് പറഞ്ഞ് ഭഗവാൻ പറയുന്നു, കാശ് ഇല്ലാതെ നീയും പൈസ കൂടുതലുള്ള ഞാനും രണ്ടുപേരും സമാധാനമായിട്ട് ജീവിക്കാൻ കാരണം ഗുരുനാഥൻ്റെ അനുഗ്രഹമാണ്. ഗുരോരനുഗ്രഹേനൈവേ പുമാൻ പൂർണ്ണ പ്രശാന്തയേ. കാശ് ഒട്ടും ഇല്ലെങ്കിലും 10 കാശ് പോലും ഇല്ലേ പറഞ്ഞാൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. കൂടുതൽ പൈസ ഉണ്ടായാലും പിന്നെ സമാധാനം ഉണ്ടാവില്ല. ഇവിടെ 2 ആൾക്കാരാണ്. കൃഷ്ണൻ്റെ പൈസ എത്രയാണ് കൃഷ്ണന് തന്നെ അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന് ആഡിറ്ററോട് ചോദിക്കണം. ചിലപ്പോൾ അത്രയും പൈസ ഉള്ള ആളാണ്, ഒട്ടും പൈസ ഇല്ലാത്ത ആളാണ് സുദാമാവ്. 2 പേരും പറയുന്നു ശാന്തി സമാധാനത്തോടെ ജീവിക്കുന്നു. അതിന് കാരണം ഗുരുനാഥൻ്റെ ആശീർവാദമാണ്. പണ്ട് 2 പേരും വിറക് എടുക്കാൻ പോയി ഗുരുനാഥനക്ക് വേണ്ടി പാഠശാലയിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ പെട്ടെന്ന് മഴ വന്നപ്പോൾ അവർ 2 പേരും ഒരു ഗുഹയിലോ ഒരു മരത്തിൻ്റെ പൊത്തിലോ അത് സൂക്ഷിച്ച് വച്ചു വിറക്. ഇവർ മഴയിൽ നിന്നിരുന്നു. പിന്നെ ആ വിറക് ഗുരുനാഥൻ്റെ കയ്യിൽ സമർപ്പിച്ചപ്പോഴാണ് അദ്ദേഹം നോക്കി ഈ വിറക് നനയാതിരിക്കുന്നതും ഇവർ നനഞ്ഞിരിക്കുന്നതും കണ്ടപ്പോഴാണ് കാര്യം മനസ്സിലാക്കി. എനിക്ക് വേണ്ടി നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടിയല്ലേ, എവിടെ ചെന്നാലും ശാന്തി സമാധാനത്തോടെ ജീവിക്കാനാവട്ടെ എന്ന് ആശീർവാദം ചെയ്തു. ആ ആശീർവാദമാണ് നമ്മൾ 2 പേരും ഇങ്ങനെ സമാധാനത്തോടെ ജീവിക്കാൻ കാരണം എന്ന് പറഞ്ഞു വന്ന ഭഗവാൻ, എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കിമുപായനമാണീതം ബ്രഹ്മന്മേ ഭഗവതാ ഗൃഹാത്ത്. എനിക്ക് വേണ്ടി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവും എടത്തിയമ്മ. എന്താണ് കൊടുത്തിട്ട് വന്നിട്ടുണ്ട്, എന്താണ് കൊണ്ടുവന്നത്? സുദാമ അത് സങ്കോചത്തോടും, ഇങ്ങനെ നല്ല നല്ല സാധനങ്ങൾ കിട്ടുമ്പോൾ ഈ അവൽക്കിടി കൊടുത്താൽ ശരിയാവണില്ല വിചാരിക്കുന്നു. അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞു, പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി. ഒരു ചീര കഷ്ണം കൊടുത്താൽ മതി, ഒരു പൂവ് കൊടുത്താൽ മതി, ഒരു പഴം കൊടുത്താൽ മതി, ഒരു തുരി വെള്ളം കൊടുത്താൽ മതി. ചീര കഷ്ണം കൊടുത്തു ഒരു അമ്മ, ദ്രൗപദി ചീര കൊടുത്തു. പത്രം പുഷ്പം ഒരു പൂവ് കൊടുത്തു ഗജേന്ദ്രൻ, ഒരു പഴം കൊടുത്തു ശബരി, തോയം വെള്ളം കൊടുത്തു നന്ദിദേവൻ. ഇപ്പോൾ നിരച്ചും ഭക്തന്മാർ അങ്ങനെ കൊടുക്കാറുണ്ട്. മഞ്ജുള ഒരു പൂമാല സമർപ്പിച്ചു. ശ്രീരംഗക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. ആ മുത്തശ്ശിയുടെ പേരക്കുട്ടിയാണ് രംഗൻ എന്നാണ് പേര്. ആ പേരക്കുട്ടി അവധിക്കാലത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, ഞാൻ കാവേരി പുഴയിൽ പോയി എണ്ണ തേച്ച് കുളിച്ചിട്ട് വരാം. അപ്പോൾ പറഞ്ഞു, നീ കുളിച്ചിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ട ചീര ഞാൻ ഉണ്ടാക്കി വയ്ക്കാം എന്ന് ആ മുത്തശ്ശി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഉണ്ണി അവിടെ പോയി എണ്ണ തേച്ച് കുളിക്കുമ്പോൾ പെട്ടെന്ന് പ്രവാഹം കൂടുതലായി വന്നു. പ്രവാഹത്തിൽ പോയി ആ ഉണ്ണി. ഈ മുത്തശ്ശി കുറേ നേരം കാത്തിരുന്നു, 12-1 മണി വരെ. പേരക്കുട്ടി വന്നില്ലല്ലോ വിചാരിച്ച് ആ കാവേരി ആ തീരത്തിൽ നിന്നുകൊണ്ട് രംഗാ രംഗാ രംഗാന്ന് വിളിച്ചു. ഇത് വിളിച്ചപ്പോൾ ശ്രീരംഗത്തിരിക്കുന്ന ഭഗവാന്റെ ചെവിയിൽ വീണു. എന്ത് ചെയ്തു? ഈ പേരക്കുട്ടിയുടെ വേഷം കെട്ടി ഭഗവാൻ തന്നെ വന്നു. ഭഗവാൻ വന്നു, ആ ഉണ്ടാക്കി വെച്ച ചീര കഴിച്ചു. അവിടെ തന്നെ ഇരുന്നു. പിന്നെ വരാൻ പറഞ്ഞ് പോയി, പിന്നെ വന്നില്ല. പിന്നെ ഞാൻ ആ മുത്തശ്ശി വിഷമിക്കുമ്പോൾ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, രംഗാ രംഗാണ് എന്നെ വിളിച്ചില്ലേ, അതുകൊണ്ടാണ് ഞാൻ തന്നെയാണ് വന്നത്. നീ എല്ലാ ദിവസവും ഞാൻ ഈ എല്ലാ കൊല്ലവും ഇവിടെ ഞാൻ വരാം, എനിക്ക് ചീര കൊടുത്താൽ മതി, എനിക്ക് ഇഷ്ടമാണ് പറഞ്ഞത്. ഇപ്പോഴും ആ ഉത്സവം നടത്തുന്നുണ്ട് ശ്രീരംഗ ക്ഷേത്രത്തിൽ. നല്ല വെയിൽ കാലത്തിലാണ് ആ ഉത്സവം. അതായത് ഒരു 10-12 കിലോമീറ്റർ എന്തായാലും ഉണ്ടാവും. അത്രയും ദൂരം ഭഗവാൻ ചീര കഴിക്കാൻ വേണ്ടി പോകുന്നു രംഗനാഥസ്വാമി. അവിടെ കുടുംബത്തിലുള്ളവർ ഇപ്പോഴും അവിടെ ആ വകയായിട്ട് ഭഗവാനുക്ക് ചീര സമർപ്പിക്കുന്നു. പത്രം പുഷ്പം ഫലം തോയം, എന്തു കൊടുത്താലും ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. ഈ രാജാക്കന്മാർ കപ്പലായി സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ അവർക്ക് ഭക്തിയില്ല. ഭൂര്യപി അഭക്തോപഹൃതം, അതുകൊണ്ടാണ് ഞാൻ സ്വീകരിക്കുന്നില്ല. നീ എന്തു കൊടുത്താലും സ്വീകരിക്കും പറഞ്ഞിട്ടും സുദാമ മടിച്ചപ്പോഴാണ് ഭഗവാൻ സ്വയം ജഹാര കിമിതമിതി പൃഥുകതണ്ടുലാണ്. അത് അവൽക്കഴി സ്വയം തട്ടിപ്പറിച്ചു, അവൽക്കഴി അഴിച്ചു, ഒരു പിടിയെടുത്ത് വായിലിട്ടു. 2ാമത്തെ പിടി ഇടാൻ പുറപ്പെട്ടപ്പോഴാണ് താവത് ശ്രീ ജഗൃഹേ ഹസ്തം,
മഹാലക്ഷ്മി രുക്മിണി മതി പറഞ്ഞു. കാരണം ഈ ഒരു പിടി അവൾ കഴിച്ചപ്പോൾ തന്നെ സുദാമാവിന് ഈ ഭൗതിക സുഖമോടും കൊടുത്തു കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തെ പിടി ഇട്ടാൽ ഇനി സ്വർഗം വൈകുണ്ഠമേ കിട്ടുള്ളൂ. ഇപ്പോൾ വൈകുണ്ഠം കൊടുക്കേണ്ട വിചാരിച്ചാണ് മതി പറഞ്ഞു. പിന്നെ ഈ അവൽ പെട്ടെന്ന് കഴിക്കുന്ന സാധനമല്ലല്ലോ, ഒരു പിടി ഇട്ടാൽ കുറച്ച് നേരം ആവും ഇത് കടിച്ച് തിന്നാനേ. വേഗം പോകാൻ കഴിക്കുമ്പോൾ തൊണ്ട അടയല്ലേ വിചാരിച്ച് മഹാലക്ഷ്മി മതി പറഞ്ഞു. താവശ്രീഹി ജഗൃഹേ ഹസ്തം. വളരെ നന്നായിട്ടുണ്ട് പറഞ്ഞു ഭഗവാൻ. നന്നായിട്ടുണ്ട് പറഞ്ഞപ്പോൾ ഇത് ഈ ടേസ്റ്റ് എങ്ങനെ നോക്കിയിട്ട് അതുപോലെ ചെയ്ത് കൊടുക്കേണ്ടേ, അതിനു വേണ്ടി മതി പറഞ്ഞു. താവശ്രീ ജഗൃഹേ ഹസ്തം. പിന്നെ ഗൃഹസ്ഥധർമ്മം മറന്നു ഭഗവാൻ. ഒരു ഗൃഹനാഥൻ്റെ ധർമ്മം എന്താണ്? എന്ത് കിട്ടിയാലും ഭാര്യയെ കുട്ടികൾക്ക് കൊടുത്തിട്ട് വേണം കഴിക്കാം. ഇപ്പോൾ ഭഗവാൻ ചെയ്തു അത് മറന്നു. ഭാര്യ കുട്ടികൾ നോക്കിയിരിക്കുക ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഞങ്ങൾക്കും കുറച്ച് തരണേന് പ്രാർത്ഥിക്കുന്നു. താവശ്രീഹി ജഗൃഹേ ഹസ്തം. മാത്രമല്ല കഴിച്ച സാധനം തിരിച്ച് ഭക്തന്മാർക്ക് കൊടുക്കണം. അങ്ങനെ കൊടുത്താലേ ഭക്തന്മാർ വീണ്ടും നേദിക്കുള്ളൂ. മഹാഗ്രന്ഥത്തിൽ 108 മോദകം നേദിക്കുമ്പോൾ ഒരു 54 മഹാഗ്രന്ഥത്തിൻ്റെ എടുത്ത് കഴിച്ചാലോ പിന്നെ നമ്മൾ നേദിക്കാറില്ല. 54 ഓരെണ്ണം കഴിച്ചാൽ പിന്നെ കുഴപ്പമില്ല നമുക്ക്. അതുകൊണ്ട് കഴിച്ചാൽ മാത്രം പോരാ, പകുതി തിരിച്ച് അങ്ങോട്ട് തരണം. ഇത് അറിയാത്ത ധന്നാജാട്ട് ധന്യൻ ഒരു പേരുള്ള ഒരു കുട്ടി വലിയ രാമഭക്തനാണ്. രാമാനന്ദസ്വാമികൾ അദ്ദേഹത്തിന് രാമസാലഗ്രാമമൊക്കെ കൊടുത്തു. എങ്ങനെ പൂജ ചെയ്യണം അതൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. ഈ ഉണ്ണി എന്ത് ചെയ്തു? അച്ഛൻ ഇല്ലാത്ത സമയത്ത് ചപ്പാത്തി ഉണ്ടാക്കി രാമസ്വാമിക്ക് നേദിച്ചു. ഭഗവാൻ വന്നില്ലേ, ആ ഉണ്ണി എന്ത് വിചാരിക്കും? ഭഗവാൻ നേരിട്ട് വന്ന് കഴിക്കുമെന്ന് വിചാരിച്ചിരുന്നു. രാമൻ വന്നില്ല. ഭഗവാൻ വല്ലണോ കറിയാൻ തുടങ്ങിയപ്പോഴാണ് രാമൻ നേരിട്ട് വന്നു. ചപ്പാത്തി കഴിച്ചില്ലല്ലോ, തറു കഴിക്കാൻ പറഞ്ഞ് ഭഗവാൻ എല്ലാം കഴിച്ചു. പുറപ്പെടുന്ന സമയത്ത് വീണ്ടും കുട്ടി കരയാൻ തുടങ്ങി. എന്താ, എൻ്റെ അച്ഛൻ ബാക്കി പ്രസാദം കൊണ്ടുവരല്ലോ, ഇപ്പോൾ പ്രസാദം കൊണ്ട് എനിക്ക് തന്നില്ലല്ലോ. പിന്നെ രാമനക്ക് വിഷയമായി. സീതയെ വിളിച്ച് കൊണ്ട് ചപ്പാത്തി കൊണ്ട് തയ്യാർ ചെയ്ത് തരൂ. പിന്നെ കുട്ടികളെ വിശ്വസിക്കാൻ പാടില്ല. ചില കുട്ടികൾ നമുക്ക് മിഠായി തരും. കുട്ടികൾ തന്നെ മിഠായി നമ്മൾ വായിലിട്ടാൽ മറുപടി കൊണ്ടാകത്തത് ചോദിക്കും. അതുപോലെ ഇപ്പോൾ രാമനക്ക് അഭ്യാസം ഇല്ല. കാരണം 2 കുട്ടികളാണ്. കൃഷ്ണനാണെങ്കിലും നല്ല അഭ്യാസം ഉണ്ടാവും. അപ്പോൾ സീതയെ വിളിച്ച് ഒരു നല്ല ചപ്പാത്തി തയ്യാർ ചെയ്ത് കൊടുത്തു. ആ സീതയുടെ പ്രസാദമായി ചപ്പാത്തി കഴിച്ചപ്പോൾ ആ ധന്നാജാട്ട് വലിയ ഭക്തനായി. പാട്ടുകളൊക്കെ പാടി അങ്ങനെ പറയാറുണ്ട്. അതുകൊണ്ട് കൊടുത്ത ഭക്തനുക്ക് പ്രസാദം അങ്ങോട്ട് തിരിച്ച് കൊടുക്കണം. അത് ഓർമ്മിക്കാൻ വേണ്ടി കൈ പിടിച്ച് നിർത്തി. താവശ്രീർജഗൃഹേ ഹസ്തം. കുറച്ച് അവൾ കഴിച്ചിട്ട് അനുഗ്രഹിക്കണം വിചാരിക്കുന്നു ഭഗവാൻ. അവൾ കഴിക്കാതെ തന്നെ അനുഗ്രഹിച്ചോളൂ പറയുന്നു ദേവി. അങ്ങനെ പല കാരണങ്ങൾ ഇവിടെ പറയാറുണ്ട്. മതി പറഞ്ഞപ്പോൾ ശരി പറഞ്ഞ ഭഗവാൻ ബാക്കി പ്രസാദം കൊടുത്തു. അന്ന് അദ്ദേഹം ആത്മാനം സ്വർഗതം യഥാ ബ്രഹ്മാനന്ദം ഗതോ യഥാ എന്ന പോലെ ഭഗവാൻ വളരെ സന്തോഷത്തോട് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ പൊയ്ക്കോളൂ പറഞ്ഞപ്പോഴാണ് സുദാമാവിനെ ഇഷ്ടമില്ല. എന്നാലും ഭഗവാൻ നിർബന്ധിക്കുന്നു. എന്താ കാരണം? സുദാമാവിൻ്റെ ഭാര്യ അവിടെ കാത്തിരിക്കുന്നു. എൻ്റെ ഭർത്താവ് തിരിച്ചു വരുന്നത് വരെ ഞാൻ പട്ടിണിയാണ്, ഉപവാസമാണ്. സുദാമാവിൻ്റെ ഭാര്യ പട്ടിണി കിടക്കുന്നത് കൊണ്ടാണ് വേഗം പൊയ്ക്കോളൂ ഭഗവാൻ പറഞ്ഞു. സുദാമാവ് പുറപ്പെട്ടു. അപ്പോഴാണ് ആലോചിച്ചു, നമുക്ക് പണം തന്നില്ലല്ലോ ഭഗവാൻ. അധനോയം ധനം പ്രാപ്യേ മാദ്യന്നുച്ചൈർണമാം സ്മരേത് ഇതി കാരുണികോ നൂനം ധനം മേ ഭൂരിനാ ദദാത്. പണം കിട്ടിക്കഴിഞ്ഞാൽ ഭഗവാനെ മറക്കാൻ ഇടയാവും. അതുകൊണ്ടാണ് ഭഗവാൻ പണം കൊടുത്തിട്ടില്ല വിചാരിച്ച്, അതും അനുഗ്രഹം വിചാരിച്ച് അദ്ദേഹം നാട്ടിലെത്തിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വീട് കാണാതായി. ചിലപ്പോൾ മാട് കാണാതാവും, ഇവിടെ വീട് തന്നെ കാണാതായി. പക്ഷേ വീടിന് പകരം വലിയ കൊട്ടാരമാണ് അവിടെ നിൽക്കുന്നു. ഒരു വലിയ കൊട്ടാരം, പിന്നെ ചെറുതായിട്ട് 4 കൊട്ടാരം. ഇങ്ങനെ 5 കൊട്ടാരങ്ങൾ പണിയുന്നവർ പാണ്ഡവന്മാരാണോ? വലിയ കൊട്ടാരം ധർമ്മപുത്രനുക്കും, ചെറിയ കൊട്ടാരങ്ങൾ ഭീമൻ, അർജുനൻ എന്നൊക്കെയുള്ള സഹാദേവന്മാർക്ക്. ഞാൻ പോയ സമയത്ത് ഇവിടെ പാണ്ഡവന്മാർ വന്നു പോകുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് വലിയ കൊട്ടാരത്തിൽ നിന്നും രൂപിണി ശ്രീവ ആലയാത്, സാക്ഷാത് മഹാലക്ഷ്മി പോലെ രുക്മിണിയെ പോലെ നല്ല പട്ട് വസ്ത്രം ധരിച്ച ആഭരണങ്ങൾ ധരിച്ച് വരുന്നു. സുദാമാവിൻ്റെ ഭാര്യ പൂർണ്ണകുമം എടുത്ത് വരുന്നു. പൂർണ്ണകുമം എടുത്തു വരുമ്പോൾ സുദാമാവ് വിചാരിച്ചു നമ്മുടെ പുറകിൽ വേറെ ആൾ വന്നിട്ടുണ്ടാവും. വിചാരിച്ചു ഇങ്ങനെ തിരിഞ്ഞു നോക്കണം, നിങ്ങൾക്ക് ആ പൂർണ്ണകുമം ഇവിടെ ഇത് എങ്ങനെ മാറി?
ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ, ഞങ്ങൾ ഉറങ്ങി ഉണർന്നപ്പോൾ ഇങ്ങനെ ആയി. അപ്പോഴാണ് കാര്യം മനസ്സിലായി സുദാമാവിന്. മഹാവിഭൂതേരവലോകതോന്യഃ നൈവോപപദ്യേത യദുത്തമസ്യ. മഹാവിഭൂതേഹി, പോകുന്ന സമയത്ത് കൃഷ്ണൻ ഒരു കടാക്ഷം ചെയ്തു. ആ ഭഗവാന്റെ കടാക്ഷത്തിലാണ്. കയ്യിൽ കൊടുക്കുമ്പോൾ കുറച്ചേ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കണ്ണുകൊണ്ട് ഭഗവാൻ കൂടുതൽ കൊടുത്തു എന്ന് അദ്ദേഹം മനസ്സിലാക്കി. പിന്നെ കിട്ടിയ പണം മുഴുവനും സത്സംഗത്തിൽ ചിലവാക്കി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. തസ്യൈവ മേ സൗഹൃദസഖ്യമൈത്രീ ദാസ്യം പുനർജന്മണി ജന്മണി സ്യാത് മഹാനുഭാവേന ഗുണാലയേന വിഷജ്യതത്പുരുഷ പ്രസംഗഃ. വീണ്ടും വീണ്ടും കൃഷ്ണദാസ്യവും ആ കൃഷ്ണഭക്തന്മാരുടെ സംഗമം സത്സംഗമം എനിക്ക് തരണേന്ന് പ്രാർത്ഥിച്ച് അദ്ദേഹം ഭഗവൻ സ്മരണയോട് ജീവിതം നയിച്ചു എന്നാണ് വർണ്ണിക്കുന്നു. ഈ കഥ കേൾക്കുന്നവർക്ക് കർമ്മബന്ധങ്ങളിൽ നിന്നും വിമോചനം ഉണ്ടാവും. ഭഗവാനക്ക് ഒരു ബന്ധനം കെട്ടിയില്ലേ നമ്മൾ പറഞ്ഞു, അവൽ കിഴിയായിട്ട് അങ്ങനെ ഒരു മൂട്ട ഭഗവാനക്ക് സമർപ്പിക്കുമ്പോൾ ഭഗവാൻ നമ്മുടെ കർമ്മബന്ധങ്ങൾ ഇല്ലാതാക്കും. സുദാമാവിൻ്റെ ചരിത്രത്തിൻ്റെ സാരം, പണം ഉണ്ടായാലും പണം ഇല്ലെങ്കിലും നമ്മൾ എപ്പോഴും ഭഗവാനെ വഹിച്ചു കൊണ്ടിരിക്കണം എന്നാണ് ഇതിൻ്റെ സാരം. ഇപ്പോൾ നമുക്കാലത്ത് സുദാമാവിനെ നോക്കേണ്ട ആവശ്യമില്ല. സമീപത്ത് അവിടെ കോട്ടയം ഭാഗത്ത് മള്ളിയൂർ തിരുമേനിയെ നമുക്ക് ഓർക്കാം. അദ്ദേഹം ആദ്യം ചെറിയ കുടിലായിരുന്നു, അപ്പോഴും നാമം ജപിച്ചു കൊണ്ടിരുന്നു. പിന്നെ ആ പരിസ്ഥിതിയൊക്കെ മാറി. ഞാനും കണ്ടിട്ടുണ്ട്, ആദ്യത്തെ സമയത്തും ഞാൻ പോയിട്ടുണ്ട്, പിന്നെ മാറിയ സമയത്തും പോയിട്ടുണ്ട്. എപ്പോഴും അദ്ദേഹം ഒരേപോലെയാണ് നാമം ജപിച്ചു കൊണ്ടിരുന്നു. അതുപോലെ നമുക്കും നമ്മൾ ഭഗവാനെ ഭക്തി ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് ഈ സുദാമാവ ചരിത്രത്തിൻ്റെ സാരം. നമുക്കും സുദാമാവിനെ പോലെ ഭക്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോ. ജയ് ബോൾ സദ്ഗുരുനാഥ് മഹാരാജ് കീ. നന്ദലാൽ രാധാകൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ ഗോപാൽ. നന്ദലാൽ ഗോവിന്ദ ഗോവിന്ദ ഗോപാൽ. ഗോവിന്ദ ഗോവിന്ദ രാധേ ഗോവിന്ദ ഗോവിന്ദ. ഗോവിന്ദ 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 രാധേ ഗോവിന്ദ ഗോവിന്ദ. നന്ദലാൽ രാധാകൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ ഗോപാൽ. നന്ദലാൽ രാധാകൃഷ്ണ गिरिधारी मीरा कृष्ण गोविंद गोविंद गोपाल. गिरिधारी मीरा कृष्ण गोविंद 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 राधे गोविंद गोविंद. गोविंद गोविंद राधे गोविंद गोविंद. नंदलाल राधा कृष्ण गोविंद गोविंद गोपाल. नंदलाल गोविंद गोविंद गोपाल. यशोमती लाल बालकृष्ण गोविंद गोविंद गोपाल. यशोमती लाल बालकृष्ण गोविंद गोविंद. पांडुरंग विठ्ठल कृष्ण गोविंद गोविंद गोपाल. पांडुरंग विठ्ठल कृष्ण गोविंद गोविंद गोपाल. गोविंद गोविंद राधे गोविंद गोविंद. गोविंद 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 राधे गोविंद गोविंद. नंदलाल राधा कृष्ण गोविंद गोविंद गोपाल. नंदलाल राधा कृष्ण गोविंद राधे गोविंद गोविंद गोपाल. राधे 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 गोविंद गोविंद गोपाल. गोविंद गोविंद गोपाल. सर्वत्र गोविंदनाम संकीर्तनं गोविंद गोविंद. जय बोल सद्गुरुनाथ महाराज की जय. राधे श्याम.